ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അപ്പോൾ ഇൻഫിനിറ്റിയുടെ മാർക്കറ്റ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. നമ്മൾ മാർക്കറ്റ് അപ്ഡേറ്റിൽ കഴിഞ്ഞ തവണ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് റിലയൻസ്, നിഫ്റ്റി എല്ലാം മൂവ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ മാർക്കറ്റ് അപ്ഡേറ്റിൻ്റെ നെക്സ്റ്റ് സെഷനാണ്. നമ്മളപ്പോൾ നമ്മൾ പറഞ്ഞതിൽ നിന്ന് എത്രമാത്രം മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഈ സെഷൻ ഉപയോഗിക്കുന്നത്. സോ കഴിഞ്ഞ തവണ നമ്മൾ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിലയൻസ് ഈസ് മേക്കിംഗ് സം സോർട്ട് ഓഫ് എ ട്രയാങ്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ റിലയൻസ് ശരിക്കും ട്രയാങ്കിൾ ആണോ മേക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. റിലയൻസ് നമ്മൾ പറഞ്ഞ റിലയൻസിൻ്റെ ചാർട്ട് തന്നെയാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. കാരണം റിലയൻസ് ഈസ് മേക്കിംഗ് എ വെരി 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 ഇൻട്രസ്റ്റിംഗ് സ്ട്രക്ചർ. അപ്പോൾ നമ്മൾ പറഞ്ഞതനുസരിച്ചിട്ട് റിലയൻസ് ഓൾമോസ്റ്റ് ഇവിടെയായിരുന്നു, ഈ ഒരു പോർഷനിലായിരുന്നപ്പോഴാണ് നമ്മൾ റിലയൻസ് ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇപ്പോഴെന്താണ് സംഭവിക്കുന്നത്? റിലയൻസിൽ ഓൾറെഡി ആക്ച്വലി അതിനുശേഷം ഓൾമോസ്റ്റ് 2030 എന്ന് പറയുന്ന ആ ലെവലിൽ നിന്നും റിലയൻസ് ഹാസ് റീച്ച്ഡ് അവർ ടാർഗറ്റ് 1960. ഇന്നത്തെ നമ്മുടെ ടാർഗറ്റ് ശരിക്കും 1960 ആയിരുന്നു. സോ ഓൾമോസ്റ്റ് ആക്ച്വലി 1960 എന്ന് പറയുന്ന ആ ടാർഗറ്റിൽ തന്നെ എക്സാക്ട്ലി ഇന്ന് റിലയൻസ് എത്തിയിട്ടുണ്ട്. അതിനുശേഷം ദർ ഈസ് എ സ്മോൾ ആക്ച്വലി സ്പൈക്ക് ഇൻ റിലയൻസ് ആയിരുന്നു. അപ്പോൾ ആ സ്പൈക്കിനകത്ത് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ ദാറ്റ് സ്പൈക്ക് ആക്ച്വലി റിലയൻസ് ഈസ് ഗോയിങ് ടു 1973. അപ്പോൾ 1973 എന്ന് പറയുന്ന ഏരിയയിലേക്ക് ഇപ്പോൾ റിലയൻസ് 1973 1975 എന്ന് പറയുന്ന ഏരിയയിലാണ് ഇപ്പോൾ റിലയൻസ് ട്രേഡ് ചെയ്യുന്നത്. ഇനി എന്തായിരിക്കാം റിലയൻസിൽ നെക്സ്റ്റ് സംഭവിക്കാൻ പോകുന്നത്? ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്, നമ്മൾ ഓൾവേസ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ ദ റൈറ്റ് സൈഡ് ഓഫ് ദ ചാർട്ട്. സോ ഇപ്പോൾ റൈറ്റ് സൈഡ് ഓഫ് ദ ചാർട്ടിൽ എന്താ സംഭവിക്കുന്നത്? നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ദ റിലയൻസ് ഈസ് ദർ ഇസ് എ വെരി ഹൈ പ്രോബബിലിറ്റി ദാറ്റ് ദർ ക്യാൻ ബി എ ഷോർട്ട് ടേം ബൗൺസ് ഇൻ റിലയൻസ് വെരി സൂൺ. അപ്പോൾ ഒരു ഷോർട്ട് ടേം ആയിട്ടുള്ള ഒരു ബൗൺസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ 1970 നിന്നും 2020 വരെയൊക്കെ പോകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. സോ ബട്ട് ഐ ഡോണ്ട് വാണ്ട് ടു ട്രേഡ് ദാറ്റ് മൂവ്. ആ ഒരു മൂവ് ട്രേഡ് ചെയ്യാൻ എനിക്ക് ആഗ്രഹമില്ല. ഇപ്പോൾ ഞാൻ മാർക്കറ്റിൽ നിന്ന് ആ ഒരു പൊസിഷൻ ഷിഫ്റ്റ് കട്ട് ചെയ്ത് ഞാൻ എൻ്റെ റിലയൻസിൻ്റെ ഷോർട്ട് പൊസിഷൻ കട്ട് ചെയ്ത് വെളിയിൽ നിൽക്കുന്ന സമയമാണ്. I won't be trading the the other the opposite direction. That is actually ഇത് മുകളിലോട്ട് പോകുമ്പോൾ ഞാൻ വലിയൊരു ട്രേഡ് എടുക്കില്ല. ഞാൻ കോഷ്യസ് ആയിട്ടായിരിക്കും നിൽക്കുക. കാരണം പലപ്പോഴും നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്, ട്രയാങ്കുലർ സ്ട്രക്ചറിൽ പലപ്പോഴും ഈ ഒരു ഫൈനൽ അപ്പ് മൂവ് ആണെങ്കിൽ തന്നെയും അത് ശരിക്കും 2020 എന്ന് പറയുന്ന ടാർഗറ്റ് വരെ പോകണമെന്നില്ല. മാർക്കറ്റ് ഭയങ്കര വീക്കാണെങ്കിൽ ചിലപ്പോൾ 2009 വരെയൊക്കെ പോയതിന് ശേഷം പിന്നീട് താഴേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. സോ നൗ ഓൾസോ ഇറ്റ് ഈസ് confirming to our analysis. Most important is it is confirming to our analysis that Reliance is making some sort of a triangle. അപ്പോൾ റിലയൻസിൻ്റെ ട്രയാങ്കുലർ സ്ട്രക്ചറിൻ്റെ അപ്ഡേറ്റ് ആണ് നമ്മൾ അതിൽ നോക്കുന്നത്. റിലയൻസ് സം സോർട്ട് ഓഫ് എ ട്രയാങ്കിൾ ആണ് ഉണ്ടാക്കുന്നത് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ട്രയാങ്കിൾ ഉണ്ടാക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും, വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ നെക്സ്റ്റ്, അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ ഐ ഫീൽ ലൈക്ക് റിലയൻസ് മൈറ്റ് കംപ്ലീറ്റ് ദ സ്ട്രക്ചർ ലൈക്ക് ദിസ്. നമ്മളിത് പ്രഡിക്ഷനാണ്, ഇങ്ങനെ തന്നെ ആവണമെന്ന് 100% ഉറപ്പ് പറയാൻ പറ്റില്ല. ബട്ട് ദർ ഇസ് എ വെരി ഹൈ പ്രോബബിലിറ്റി ദാറ്റ് റിലയൻസ് വിൽ സ്റ്റോപ്പ് ഇറ്റ്സ് അപ്പ് മൂവ് നിയർ 2010 2012 2016. സോ ആ ഒരു ലെവലിലൊക്കെ സ്റ്റോപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം മാർക്കറ്റ്സ് എല്ലാം ഓൾ ഓവർ ദ മാർക്കറ്റ്സ് I can feel the weakness. I can feel actually buyers losing the momentum. അത് കാണാൻ പറ്റുന്നുണ്ട്. സോ വാട്ട് വിൽ ഹാപ്പൻ നെക്സ്റ്റ്? Reliance will touch over here. ഇവിടെ റിലയൻസ് ടച്ച് ചെയ്തേക്കാം. അതിനുശേഷം യു ക്യാൻ സീ ദ റിയൽ ബ്ലഡ് ഇൻ ദ സ്ട്രീറ്റ്. അതായത് റിലയൻസിൽ വലിയ ഒരു ക്രാഷ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊരു ഭയങ്കര ബോൾഡായിട്ടുള്ള ഒരു പ്രഡിക്ഷനാണ്. ശരിക്കും നമ്മൾ റിലയൻസിൽ ഈ മാർക്കറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള ഒരു സ്റ്റോക്കാണ് റിലയൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ റിലയൻസിൽ ഇത്രയും വലിയൊരു ക്രാഷ് ഉണ്ടാവുന്നു നമ്മൾ പറയുമ്പോൾ അത് ഇറ്റ്സ് എ വെരി ബോൾഡ് പ്രഡിക്ഷൻ. ഇതൊരു ബോൾഡായിട്ടുള്ള പ്രഡിക്ഷനാണ്. പക്ഷേ താങ്ക്സ് ടു ബിഹേവിയറൽ ഫിനാൻസ് ആൻഡ് ഓൾ ദോസ്. സോ ഇതിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഏകദേശം 1600 എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഐ ഡോണ്ട് നോ എക്സാക്ട്ലി ഹൗ ഇറ്റ് വിൽ ടേൺ ഔട്ട് ടു ബി, ബട്ട് ഐ ഫീൽ ലൈക്ക് ഇറ്റ് ക്യാൻ ഗോ ടു 1600 ആൻഡ് ഓൾ. അപ്പോൾ 1600 എന്ന് പറയുമ്പോൾ എല്ലാവർക്കും നെറ്റ് ചുളിക്കുന്നുണ്ടാവും. ഈ ട്രയാങ്കിൾ എന്ന് പറഞ്ഞപ്പോൾ നെറ്റ് തുടിച്ച പോലെ തന്നെ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു വെദർ യു ആർ ഇൻ ലവ് വിത്ത് ട്രയാങ്കിൾ എന്ന്. അപ്പോൾ കാരണം നിഫ്റ്റിയിലും ഒരു ട്രയാങ്കിൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ ഇവിടെ നമ്മുടെ വാട്ട് ഈസ് ആക്ച്വലി ഇൻ റിലയൻസ് ഓൾസോ വി ആർ ഫൈൻഡിങ് അനദർ ട്രയാങ്കിൾ. സോ ഈ ട്രയാങ്കിളിന് ശേഷം വാട്ട് ഈസ് നെക്സ്റ്റ്? സോ there can be a massive correction in market, Reliance especially. So 1600 means actually we are anticipating a correction to the tune of around 20%.
20% വരെ ഒരു കറക്ഷനാണ് പറയുന്നത്. അറ്റ്ലീസ്റ്റ് 15-20% കറക്ഷനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് ഭയങ്കര ക്വിക്കായിട്ടായിരിക്കും ഉണ്ടാവുക. സോ മോസ്റ്റ് പ്രോബബ്ലി ഇറ്റ് വിൽ ഗെറ്റ് ഓവർ ബൈ എൻഡ് ഓഫ് ദിസ് മന്ത്. അതായത് ഡിസംബർ എൻഡോട് കൂടി അല്ലെങ്കിൽ ജനുവരി ഫസ്റ്റ് വീക്കോട് കൂടി ഈ കറക്ഷൻ കഴിയാനാണ് സാധ്യത. ആ കറക്ഷൻ കഴിയുന്നത് വരെ ഐ എം വെരി നെഗറ്റീവ് ഓൺ മാർക്കറ്റ്സ് ആസ് എ ഹോൾ. വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, ഞാൻ മാർക്കറ്റിൽ നെഗറ്റീവ് ആണെന്ന് പറയാൻ കാരണം ഓൾവേസ് ഐ എം നോട്ട് നെഗറ്റീവ് ഓൺ മാർക്കറ്റ്, ബട്ട് ദിസ് ടൈം മാർക്കറ്റ് ആസ് എ ഹോൾ ഇറ്റ് ലുക്സ് വെരി 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 ടയേർഡ്. സോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. സോ റിലയൻസ് എസ്പെഷ്യലി ദ മാർക്കറ്റ് മേജർ ഈസ് റിലയൻസ്. അപ്പോൾ റിലയൻസ് ഇത്ര പരിതാപകരമായ ഒരു സ്ട്രക്ചറാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. സോ ബിഹേവിയറൽ ഫിനാൻസിൽ നമ്മൾ പറയാറുണ്ട്. സോ ദീസ് കൈൻഡ് ഓഫ് സ്ട്രക്ചേഴ്സ് ആർ ഇൻഡിക്കേറ്റിംഗ് ദാറ്റ് the market as a whole is weak. Markets can fall from here, and we can expect actually some sort of a correction in all shares, including banking, including metals, banking, PSU banks and all those. സോ ഓൾറെഡി ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു PSU ബാങ്ക്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ വളരെയധികം കോഷ്യസ് ആയിരിക്കണമെന്ന്. ഇന്ന് കനറ ബാങ്കൊക്കെ 8% താഴെ വന്നിരിക്കുന്നത്. നല്ല സ്റ്റെല്ലാർ മൂവ്സ് ആയിരുന്നു കനറ ബാങ്കിലൊക്കെ ഉണ്ടായിരുന്നത്. ബട്ട് ടുഡേ ആക്ച്വലി ടുഡേ മീൻസ് ആക്ച്വലി ടുഡേ ഈസ് ട്യൂസ്ഡേ 15th of December. ഇന്ന് എല്ലായിടത്തും നല്ല ഒരു കറക്ഷൻ ഉണ്ടാവുന്നുണ്ട്. സോ ഈ കറക്ഷൻ, സോ നിഫ്റ്റിയിലെ കറക്ഷൻ്റെ കാര്യം നമുക്ക് ഞാൻ അടുത്തായിട്ട് നോക്കാം. നിഫ്റ്റിയിലെ കറക്ഷൻ, വെദർ നിഫ്റ്റി ഈസ് ഗോയിങ് ടു കറക്റ്റ് ഫർദർ. നിഫ്റ്റിയിൽ ഓൾറെഡി ഇന്ന് ചെറിയൊരു കറക്ഷൻ വരുന്നുണ്ട്. നിഫ്റ്റി is looking weak. So whether the correction will continue further എന്ന ക്വസ്റ്റ്യൻ ആണ് അടുത്തായിട്ട് നമുക്ക് നോക്കേണ്ടത്. സോ നിഫ്റ്റി കറക്ഷൻ കണ്ടിന്യൂ ചെയ്യുമോ എന്നുള്ളത് നോക്കുന്നതിനായിട്ട് ആക്ച്വലി നമ്മൾ കഴിഞ്ഞ തവണ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിഫ്റ്റിയിൽ വാട്ട് നിഫ്റ്റി ഈസ് മേക്കിംഗ് എന്ന് നമ്മൾ കഴിഞ്ഞ തവണ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഐ വാസ് തിങ്കിങ് ദാറ്റ് ആക്ച്വലി നിഫ്റ്റി ഈസ് മേക്കിംഗ് സം സോർട്ട് ഓഫ് ആക്ച്വലി എൻഡിങ് triangle kind of thing. So what I was thinking was actually it will get over over here like that. ഇങ്ങനെ ഈ ഒരു പോർഷനിൽ അതിൻ്റെ കറക്ഷൻ കഴിയുമെന്നായിരുന്നു. പക്ഷേ കുറച്ചുകൂടെ മുകളിൽ പോയെങ്കിലും അത് സസ്റ്റെയിൻ ചെയ്യാൻ നിഫ്റ്റിക്ക് ആകുന്നില്ല. സോ വാട്ട് വിൽ ഹാപ്പൻ എന്നുള്ളതിൻ്റെ ആൻസർ ആക്ച്വലി നിഫ്റ്റി ഇവിടെ നിന്ന് നല്ലൊരു കറക്ഷനിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ഒരു ഇൻഡിക്കേഷനാണ് നമുക്ക് കിട്ടുന്നത്. നിഫ്റ്റി എങ്ങനെയാണ് ഈ കറക്ഷൻ കൺഫേം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ പാറ്റേൺ സേസ് ദാറ്റ് നിഫ്റ്റി ഈസ് ഹാവിങ് എ സ്ട്രോങ് സപ്പോർട്ട് നിയർ 1390. അത് 1930 ഒരു നല്ല സപ്പോർട്ടുണ്ട് നിഫ്റ്റിക്ക്. ഇപ്പോൾ താങ്ങുവിലയായിട്ട് നിൽക്കുന്നത് 1930 ലെവലാണ്. ആ ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ സീ വെരി ഗുഡ് sell off in Nifty. അപ്പോൾ I am expecting that level will be broken very soon because Nifty looks very weak, and the stocks like Reliance, HDFC are all looking very weak. അപ്പോൾ ഞാൻ ഭയങ്കര നെഗറ്റീവായിട്ട് തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. I will be cautious, I will stay cautious, I will be cautious. I won't be taking any aggressive positions, especially long positions in this market. So മാർക്കറ്റിൻ്റെ ടാർഗറ്റായിട്ട് എനിക്ക് തോന്നുന്നത് എസ്പെഷ്യലി ആഫ്റ്റർ സീയിങ് ദ മാർക്കറ്റ്സ് അറൗണ്ട് ദ വേൾഡ്, ഐ ഫീൽ ലൈക്ക് മാർക്കറ്റ്സ് ക്യാൻ ഈസിലി കം ഡൗൺ ടു ദിസ് ലെവൽ. ദാറ്റ് ഈസ് 12,500 12,600. ഈ ലെവൽ ഞാൻ കുറച്ച് നാൾ കൊണ്ട്, അതായത് 2 വീക്ക് കൊണ്ട് ഞാൻ ആവർത്തിച്ച് പറയുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാർക്കറ്റ് ഇവിടെ ഭയങ്കര സൈഡ് വേസ് ആണ്. ഈ ഒരു സൈഡ് വേസ് മാർക്കറ്റിൽ മാർക്കറ്റ്സ് പലപ്പോഴും ഒരു ഭയങ്കര ബുൾറണിന് ശേഷം ഭയങ്കര ടയേർഡായിട്ടുള്ള ബയേഴ്സിനെയാണ് കാണിക്കുന്നത്. അങ്ങനെ ടയേർഡായിട്ടുള്ള ബയേഴ്സ് വരുമ്പോൾ അവർ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ദേ വിൽ ട്രൈ ടു ഓഫ് ലോഡ് ദെയർ ഷെയർസ്. അപ്പോൾ അവർ ഷെയർസ് വിറ്റ് കളയാനായിട്ട് ശ്രമിക്കാറുണ്ട്. അതിനെ പ്രോഫിറ്റ് ബുക്കിംഗ് എന്നൊക്കെ നമ്മൾ ടെക്നിക്കലി വിളിക്കാറുണ്ട്. പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറുകയാണെന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ അതിനെല്ലാം കാരണം ഇതാണ്, മാർക്കറ്റ്സ് ആർ ഗെറ്റിംഗ് വീക്കർ. മാർക്കറ്റ്സ് ആർ നോ ലോങ്ങർ ഇൻട്രസ്റ്റഡ് ഇൻ ആക്ച്വലി പുഷിംഗ് ദ പ്രൈസസ് ഫർദർ. അപ്പോൾ പ്രൈസസ് ഇനി മുകളിലേക്ക് കൊണ്ടുപോകാനായിട്ട് മാർക്കറ്റ്സിന് വലിയ താല്പര്യമില്ല. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഷെയർസ് ആണെങ്കിൽ പ്രോഫിറ്റ് ബുക്കിംഗ് എന്ന് പറയുന്ന ആസ്പെക്ട് വരുന്നു. ആ ആസ്പെക്റ്റിൽ ആക്ച്വലി വി വിൽ ദ മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് വിൽ ബി ബുക്കിംഗ് ദ പ്രോഫിറ്റ്സ് ആൻഡ് ദേ വിൽ ബി ഗെറ്റിംഗ് ഔട്ട് ഓഫ് ദ മാർക്കറ്റ്. സോ അതാണ് ഫൈനൽ ലെഗിൽ സാധാരണയായിട്ട് സംഭവിക്കുക. അപ്പോൾ ഇവിടെ സംഭവിക്കാനും സാധ്യത അതാണ്. പക്ഷേ 12,500 ശേഷം മാർക്കറ്റ് പിന്നെ ഇടിയുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ഡോണ്ട് തിങ്ക് സോ. ഐ ഫീൽ ലൈക്ക് ആക്ച്വലി മാർക്കറ്റ്സ് ക്യാൻ ഗോ അപ്പ് വൺസ് അഗെയിൻ. അതിനുശേഷം മാർക്കറ്റ് ഒരു വട്ടം കൂടി മുകളിലോട്ട് പോകാനുള്ള സാധ്യത എനിക്ക് തോന്നുന്നുണ്ട്. ഐ ഫീൽ ലൈക്ക് ആക്ച്വലി 12,400 12,500 12,600 മാർക്കറ്റ് ഷുഡ് സ്റ്റോപ്പ്. പക്ഷേ
അതുവരെ ഇത് മേടിക്കുന്നത് ശരിയല്ല. പക്ഷേ 12,600 അടുത്ത് വെച്ച് മാർക്കറ്റ്സ് ഒരു വട്ടം കൂടെ ആ കറക്ഷനൊക്കെ കഴിഞ്ഞിട്ട് പിന്നീട് ഒരു വട്ടം കൂടെ മുകളിലോട്ട് പോയി 13,800 എന്ന് പറയുന്ന ലെവലിലേക്കൊക്കെ പോകാനുള്ള സാധ്യത ഞാൻ നിരാകരിക്കുന്നില്ല. ഐ ഫീൽ ലൈക്ക് ഇറ്റ് ക്യാൻ ഹാപ്പൻ. സോ അതെന്തുകൊണ്ടാണ് ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി യെസ്റ്റർഡേ ഐ വാസ് ഫോർ ദ ലാസ്റ്റ് ഫ്യൂ ഡേയ്സ് ആക്ച്വലി ഐ വാസ് റിയലി കൺഫ്യൂസ്ഡ് അബൌട്ട് S&P 500 ഓൾസോ. S&P 500 എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും US സ്റ്റോക്കാണ് ശരിക്കും സ്റ്റോക്ക് മാർക്കറ്റാണ്, ഏറ്റവും പ്രധാനപ്പെട്ട മാർക്കറ്റാണ് S&P 500. സോ വാട്ട് ഇറ്റ് ഈസ് മേക്കിംഗ് ബിക്കോസ് ഇറ്റ് വാസ് റിയലി എൻ അൺറിസോൾവ്ഡ് പസിൽ ഫോർ മീ. ദാറ്റ് പസിൽ ആക്ച്വലി ഇറ്റ് വാസ് ബ്രേക്കിംഗ് മൈ ഹെഡ് ഓൾസോ. കാരണം എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല എന്താണ് ഈ സാധനം ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് ഇതുവരെയായിട്ടും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. സോ ദ പസിൽ വാസ് റിയലി making me like really as a puzzle it was puzzling me a lot. സോ ഇതെന്താണ് ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് ആക്ച്വലി ഐ വാസ് ട്രൈയിങ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇറ്റ് ഈസ് റിയലി മേക്കിംഗ് എന്നുള്ളത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഓൾമോസ്റ്റ് ആക്ച്വലി ഇറ്റ് ലുക്സ് ലൈക്ക് ദ റിഡിൽ ഈസ് ഗെറ്റിംഗ് ഫൈനലി സോൾവ്. അപ്പോൾ ഇവിടെ എന്താ എനിക്ക് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി മാർക്കറ്റ് ഈസ് എൻ്ററിങ് ഇൻ ടു എ കറക്റ്റീവ് സോൺ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു വലിയ അപ്പ് മൂവ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഒരു ഡെയിലി ചാർട്ടിലൂടെ നമുക്ക് തുടങ്ങാം. ഡെയിലി ചാർട്ടിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു till here actually there was a correction. That correction got over and a new trend got started here from here. So this move is actually very pretty impulsive. ആക്ച്വലി ഈ ഒരു മൂവ് ഭയങ്കര ഫാസ്റ്റ് ആയിട്ടുള്ള ക്വിക്കായിട്ടുള്ള മൂവാണ്. അപ്പോൾ ആ മൂവ് ഒരു പുതിയ മൂവായിട്ട് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. സോ ദിസ് വാസ് ലൈക്ക് ആക്ച്വലി എ വെരി ഗുഡ് മൂവ്. സോ ഈ മൂവ് ഭയങ്കര നല്ല മൂവായിരുന്നു. ബട്ട് ആഫ്റ്റർ റീച്ചിങ് ഓവർ ഹിയർ, ഫ്രം ഹിയർ ടു ഹിയർ ആക്ച്വലി എവറിഥിങ് ലുക്സ് ലൈക്ക് വെരി സ്ലഗിഷ്, സൈഡ് വേസ് ആൻഡ് ഓൾ ദോസ്. കാരണം ഇവിടുന്ന് ഇവിടെ വരെ വന്നു. ഇവിടെ വരെ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ 3649 വരെ വന്നു. അതിനുശേഷം തൊട്ടടുത്ത 3649 എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്. അതിനുശേഷം തൊട്ടടുത്ത ഏകദേശം 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 ഓൾമോസ്റ്റ് 1.5 months മാർക്കറ്റ് സൈഡ് വേസ് ആണ്. അതായത് സൈഡിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ആർക്കും പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല. 3649ഉം 3714ഉം തമ്മിൽ എത്ര രൂപയുടെ വ്യത്യാസമുണ്ട്? 3649ഉം 14ഉം കൂടി പറയുമ്പോഴത്തേക്കും ഏകദേശം 60 രൂപയുടെ മാത്രം വ്യത്യാസമേ ഉള്ളൂ. ഈ 60 പോയിന്റ്സിനകത്ത് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ടഫാണ്. പക്ഷേ ഇവിടെ ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഈസിയാണ്. 3235 and 36. So for around 400 points are there. 400 points in the profit ഉണ്ടാക്കുക, it is easy. But making profit out of this, this particular move, it is very difficult. So it was really baffling me out. എനിക്ക് ശരിക്കും ഇതിനകത്തൊരു ഭയങ്കര അത്ഭുതം ഉണ്ടായിരുന്നു, എന്താണിത് ഉണ്ടാക്കുന്നതെന്നുള്ളത്. സോ now there is a very high probability that എൻ്റെ ഇപ്പോഴത്തെ കാൽക്കുലേഷൻ yesterday actually I was really spending a lot of time with S&P 500. അപ്പോൾ അതിനുശേഷം എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ it is making a corrective structure here. ഇവിടെ നിന്ന് താഴോട്ട് വന്നു. ഇതിന് ശേഷം ഇവിടെ ഒരു the whole thing I feel like it is a corrective structure. So what we will do is how corrective it is, so we can connect it like this. So ഇതിനെ ഇങ്ങനെ കണക്ട് ചെയ്യാം. അതേപോലെ തന്നെ you can have a ട്രെൻഡ് ലൈൻ ഓവർ ദെയർ ഓൾസോ. അപ്പോൾ ഇങ്ങനെ ഒരു കറക്റ്റീവ് സ്ട്രക്ചറാണ് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. സോ ദ ഹോൾ തിങ് ഈസ് കറക്റ്റീവ്. ഇറ്റ് ലുക്സ് ലൈക്ക് കറക്റ്റീവ് ആൻഡ് ഇറ്റ് ഈസ് നോട്ട് മേക്കിംഗ് എനി സിഗ്നിഫിക്കൻറ്റ് ഇംപ്രൂവ്മെൻറ്റ് ഇൻ ദ S&P 500 ഹെൽത്ത് ഇറ്റ് സെൽഫ്. അതായത് അതിൻ്റെ സ്റ്റോക്ക് ഇൻഡെക്സിൻ്റെ ഹെൽത്തിന് യാതൊരു തരത്തിലുള്ള ചേഞ്ചസും ഉണ്ടാകുന്നില്ല. അപ്പോൾ വാട്ട് ഐ എം തിങ്കിങ് ഈസ് ആക്ച്വലി ദിസ് മൂവ് ആൻഡ് ദിസ് ഓൾ ത്രീ ആർ ആക്ച്വലി പാർട്ട് ഓഫ് എ സിംഗിൾ മൂവ്. സോ this particular move got over here. So what I am feeling is this particular move got over here, and after that actually there was a correction and there was a nice pattern over here, and after that S&P 500 started falling yesterday ഇന്ന് കഴിഞ്ഞ ദിവസം ഏകദേശം 1% ഗ്യാപ്പ് അപ്പ് ആയിരുന്നു. പക്ഷേ ഗ്യാപ്പ് അപ്പ് നിലനിർത്താനായിട്ട് S&P 500 പറ്റിയില്ല എന്നാണ്. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വാസ് ഫോളിങ് ഫ്രം ദെയർ. സോ എനിക്ക് മനസ്സിലാക്കാൻ, അതായത് വാട്ട് ഐ ആം തിങ്കിങ് ഈസ് ആക്ച്വലി ദിസ് പർട്ടിക്കുലർ മൂവ് and this particular move are all part of a corrective structure. So what will happen next? So there is a very high probability that ഇവിടെ നിന്നും S&P 500 it can come down all the way down to 3400. അപ്പോൾ 3400 എന്ന് പറയുന്ന ലെവലിലേക്ക് ഏകദേശം 200 പോയിൻറ്റ്സ് കറക്ഷൻ S&P 500ലേക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ 200 പോയിൻറ്റ്സ് കറക്ഷൻ എന്ന് പറയുമ്പോൾ ഏകദേശം 6% കറക്ഷനാണ് S&P 500 ഉണ്ടാകുന്നത്.
So it is coinciding with the idea that actually, we are expecting a correction in Nifty, Reliance, as well as in S&P 500. S&P 500 എന്ന് വെച്ചാൽ യു എസിലെ മാർക്കറ്റ് തന്നെയാണ്. സോ ഇഫ് ഇറ്റ് ഈസ് ഹാപ്പനിങ് ഇൻ യു എസ്, ഇറ്റ് ഷുഡ് ബി ഹാപ്പനിങ് ഓൾ ഓവർ ദ വേൾഡ്. So എനിക്കും from my little analysis and little knowledge that I am having, what I am feeling is actually, market should be going down to US market should be going down to 3,400 or 3,450 plus. So അങ്ങനെയാണ് എങ്കിൽ ആക്ച്വലി വാട്ട് ഐ ഫീൽ ഈസ് ആക്ച്വലി ദാറ്റ് ടൈം ഇന്ത്യൻ മാർക്കറ്റ്സ് ഓൾസോ വിൽ ഗോ ഫോർ എ മാസീവ് കറക്ഷൻ ആണ്. അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റ്സും യു എസ് മാർക്കറ്റ്സും ഈ ടൈമിൽ ഒരേ സമയം ഒരു കറക്ഷനിൽ വരാനുള്ള ഒരു സാധ്യതയെല്ലാം കാണുന്നുണ്ട്. സോ ബി കോഷ്യസ് അബൌട്ട് മാർക്കറ്റ്. ദിസ് പർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈം യു ഹാവ് ടു ബി റിയലി കോഷ്യസ് അബൌട്ട് മാർക്കറ്റ്. ബി വെരി ആക്ച്വലി ലൈറ്റ് ഇൻ യുവർ പൊസിഷൻസ് എല്ലാം വളരെ ചുരുക്കി മാത്രം എടുക്കുക, ഒത്തിരി പൊസിഷൻസ് എടുക്കാതിരിക്കുക. റിലയൻസിനെ വാച്ച് ചെയ്യുക. റിലയൻസ് ഒരു വലിയ ഓപ്പർച്യൂണിറ്റി തരാൻ സാധ്യതയുണ്ട്. ഷോർട്ടേഴ്സിനൊക്കെ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് വരാൻ സാധ്യതയുള്ളത്. നിഫ്റ്റിയിലും സാധ്യതയുണ്ട്, ബാങ്ക് നിഫ്റ്റിയിലും എല്ലാം സാധ്യതയുണ്ട്. സോ ബി കോഷ്യസ്. Buyers actually, you have to be extra careful. Sellers actually, be active. It is the time for you to get active in market, because around 1,000 points correction എന്ന് പറയുമ്പോൾ ചെറിയ കറക്ഷൻ അല്ല. സോ ലെറ്റ് us hope for the best. ഞാൻ അപ്ഡേറ്റ്സ് തരുന്നതായിരിക്കും. സോ നമുക്കെല്ലാവർക്കും ഈ മാർക്കറ്റ് നല്ലപോലെ പ്രയോജനപ്പെടുത്തി യു ക്യാൻ ട്രൈ ടു മേക്ക് സം മണി ഔട്ട് ഓഫ് ദിസ് മാർക്കറ്റ്. താങ്ക് യു സോ മച്ച് for listening to this market update.